കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും നീതിയെയും കുറിക്കുന്ന പാഠങ്ങളാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 10ാമത്തെ പാഠമാണ്. ഇടപെടൽ നിയമങ്ങൾ എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഈ ചർച്ചയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്നേഹപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തു. വളരെ നന്ദി പാസ്റ്റർ. പാസ്റ്റർ ഡോണി ഇന്ന് ഞങ്ങളോടൊപ്പമുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും വളരെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തു. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ജനമായി വിളിക്കപ്പെട്ട് ദൈവം അവരുടെ ദൈവവുമായി കൂടെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ഇടയിലും അവർക്ക് ചുറ്റുമുള്ളതായ ദേശങ്ങളിലൊക്കെ അന്യ ദൈവങ്ങളും അന്യ ഭൂത പ്രേത ആരാധനകളുമൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നാം കഴിഞ്ഞ ചില പാഠങ്ങളിലൊക്കെ പഠിച്ചതുപോലെ നമ്മുടെ ദൈവം വളരെ തീക്ഷ്ണതയുള്ള ദൈവമാണ്. ആ തീക്ഷ്ണതയ്ക്ക് കാരണം ദൈവം ഇസ്രായേൽ മക്കളെ അത്രമാത്രം സ്നേഹിച്ചു, ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി അത്രമാത്രം ചെയ്തു എന്നുള്ളതിന് ആധാരമാക്കിയാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് സാത്താൻ എത്രമാത്രം ദൈവജനത്തിന് എതിരെ അവരുടെ ഇടയിലും അവരിലൂടെയും പ്രവർത്തിക്കുന്നു എന്നുള്ളത് കാണുന്നതിന് വേണ്ടിയാണ്. നമുക്ക് മനഃപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യമാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ ആകുന്നു. പിശാച് ആദി മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പാസ്റ്റർ ബിനോയ്, നാം ദാനിയേലിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ അവിടെ ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായതായ ഒരു സംഗതി നമുക്ക് അറിയാം. എന്നാൽ ദാനിയേൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥന കേൾക്കുകയും ദൈവം ദാനിയേലിനെ സഹായിക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന കഥ നമുക്കറിയാം. പക്ഷേ അവിടെ പിശാച് ദൈവത്തിൻ്റെ ദൂതനെ തടഞ്ഞു നിർത്തിയതായ ഒരു ദൈർഘ്യമേറിയതായ ഒരു കാലയളവ്, അഥവാ ഒരു 3 ആഴ്ച തടഞ്ഞു നിർത്തിയെന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഭാവിയെക്കുറിച്ച് ലോകത്തിന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ലോകത്തോട് അറിയിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ദാനിയേലിന് ദർശനത്തിൽ കൂടെ ഭാവി വിവരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്ത്യകാലത്തേക്ക് മുദ്രയിട്ട് സൂക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ദാനിയേലിന് ഇത് അറിയാൻ ആഗ്രഹിക്കുന്നു, ഇത് വെളിപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇത് അറിയാതിരിക്കാൻ ആളുകൾ ദൈവത്തിലേക്ക് വരാതിരിക്കാൻ സാത്താൻ പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗബ്രിയേൽ ദൂതനെ 21 ദിവസത്തേക്ക് തടഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയെ തടഞ്ഞു വയ്ക്കാൻ സാധിക്കില്ല. മിഖായേൽ തുണ വരികയും സാത്താൻ്റെ ദൂതനോട് എതിരിടുകയും ചെയ്യുന്നു. ആ സമയത്ത് ഗബ്രിയേൽ ദാനിയേലിന് ദർശനം വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പാസ്റ്റർ ഡോണി, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ഈ സർവശക്തനായ ദൈവം അയച്ചതായ ഒരു ദൂതനെ 3 ആഴ്ചത്തേക്ക് തടഞ്ഞു നിർത്തി എന്നാണ്. നാം ഇത് കേൾക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ ആരാധകർ എന്ന നിലയ്ക്ക് നാം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ദൈവത്തിൻ്റെ ദൂതനെ സാത്താൻ തടഞ്ഞു നിർത്തി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം അതിശയം തോന്നുന്നത്, ദൈവദൂതന്മാരെയും തടഞ്ഞു നിർത്താൻ സാത്താന് കഴിയുമോ? അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയൊന്നുമില്ലേ എന്ന ചിന്തയാണ് വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ സ്വർഗത്തിലുണ്ടായിരുന്ന ദൂതന്മാരെയാണ് സാത്താൻ ദൈവത്തിനെതിരായി പറഞ്ഞ് ദൂതന്മാരെ കൺവിൻസ് ചെയ്തത്. ആ സ്ഥിതിക്ക് സാത്താൻ എന്നും ദൈവത്തിനെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും ആരും അറിയരുത് എന്ന ഒരു ഉദ്ദേശം സാത്താൻ ഉള്ളത് കൊണ്ട് അവൻ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ദൂതനെ തടയാൻ ശ്രമിക്കും. അവിടെ ദൈവത്തിന് വേണമെങ്കിൽ അതിനെ മറികടക്കാം. പക്ഷെ ദൈവം മറികടക്കാത്തത്, ദൈവം എല്ലാത്തിനും എല്ലാം നീതിയോടെ സ്നേഹത്തോടെ ന്യായത്തോടെ പ്രവർത്തിക്കുന്നു എന്ന ഒരു അളവുകോലാണ് വെച്ചിരിക്കുന്നത്. അതിനൊരു സമയപര്യാപ്തി വെച്ചിട്ടുണ്ട് ദൈവം. അതുവരെ ദൈവം തടയുന്നില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ദൈവത്തിന് തടയാൻ കഴിയാത്തത് കൊണ്ടല്ല. ദൈവത്തിന് എല്ലാം തടയാൻ കഴിയും. സാത്താനെയും വേണമെങ്കിൽ അന്ന് നശിപ്പിക്കാമായിരുന്നു. ദൈവം ചെയ്യാതിരുന്നത് എല്ലാവർക്കും മനസ്സിലാകണം, ദൈവം നീതിമാനാണ്, സത്യവാനാണ്, ന്യായം പാലിക്കുന്നവനാണ് എന്ന്. പാസ്റ്റർ ബിനോയ്, നാം ദൈവരാജ്യത്തിൽ അനീതി ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി വരാനുള്ളതായ ലോകത്തിൽ പാപം ഉണ്ടാകുകയില്ല, അനീതി ഉണ്ടാകുകയില്ല. പക്ഷേ നാം ഇന്ന് ജീവിക്കുന്നതായ ലോകത്തിൽ അനീതിയെ അതിജീവിക്കേണ്ടതായ ആവശ്യമുണ്ട്. അനീതിക്ക് എതിരെ പോരാടേണ്ടതായ ആവശ്യമുണ്ട്. ദൈവം ഈ അനീതിക്കെതിരെ എന്ത് പ്രതിവിധിയാണ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശത്രുവിന് ശക്തിയുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ശത്രുവിൻ്റെ ശക്തിക്ക് ദൈവം സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ സമയം കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം സ്നേഹവാനായതുകൊണ്ടാണ്, ദൈവം നീതിമാനായതുകൊണ്ടാണ്. ദൈവം അവർക്ക്
മാനസാന്തരപ്പെടാനുള്ള ഒരു സമയം കൊടുക്കുന്നു എന്നുള്ളതാണ്. ദൈവം സ്നേഹത്തിന് വിപരീതമായി ഒന്നും ചെയ്യത്തില്ല. അവൻ്റെ പ്രതിജ്ഞയ്ക്ക്, സ്വഭാവത്തിനെതിരായി ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് പോരാട്ടമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കൃപയിലൂടെ അവർക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു വലിയ കാര്യമാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. സാത്താൻ ആദ്യം മുതൽ അപവാദിയും അവൻ കള്ളം പറയുന്നവനും കുലപാതകയുമാണ് എന്ന് വേദപുസ്തകം പല ഭാഗങ്ങളിലായിട്ട് പറയുന്നുണ്ട്. സാത്താൻ ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിക്കുന്നതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഒരുപക്ഷെ ദൈവമക്കൾ എന്ന് പറയുന്നതായ നാം ആ സാത്താൻ്റെ അതേ തലത്തിൽ ചിന്തിച്ചിട്ടല്ല നാം ദൈവത്തോട് കൂടെ നിൽക്കുന്നത്. സാത്താൻ ആകുന്നിടത്തോളം മനുഷ്യനെ വശീകരിക്കാനും നശിപ്പിക്കാനും അവൻ്റെ ഭാഗത്ത് ആളുകളെ കൂട്ടുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, ഈ സാത്താനെ ജയിക്കുന്നതായ ഒരു കാലഘട്ടം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ തന്നെ സാത്താനെ ജയിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനി അതിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ എന്നേക്കുമായി അവനെ ശിക്ഷ കൊടുക്കുകയും പാപത്തെയും പാപത്തിൻ്റെ കാരണമായ എല്ലാത്തിനെയും എന്നേക്കുമായി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പാസ്റ്റർ ഡോണി, നാം നോക്കുമ്പോൾ എപ്പോഴും അനീതി ജയിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അത് ശരിക്കും എന്താ പറയുക, അനീതി ജയിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് സാത്താൻ ഇങ്ങനെ സത്യത്തിനെതിരായി പ്രവർത്തിക്കുന്നത് കൊണ്ടും ദൈവം സമയം അനുവദിച്ചിരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ അവസാനം നീതി തന്നെ, സത്യം തന്നെ ജയിക്കും. അനീതി ഒരു കാരണവശാലും അവസാന ജയം അനീതിക്കാവില്ല, സത്യത്തിനാവും. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമയോടെ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ദൈവം ആ സമയത്ത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാത്തിനും തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് സത്യം തന്നെ ജയിക്കും, അതിനൊരു സംശയമില്ല. കാൽവറിയിൽ സാത്താൻ ഒരു കാര്യം അറിയാം, അവൻ ഇനി കുറച്ച് സമയമേ ഉള്ളൂ എന്നറിയാവുന്നത് കൊണ്ടാണ് ഈ സത്യത്തെ ഇല്ലാതാക്കാൻ അവൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. എന്നാൽ അന്തിമ വിജയം സത്യത്തിൻ്റെയാണ്, ദൈവത്തിൻ്റെതാണ്, ഒരു സംശയമില്ല. സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ സത്യം, നല്ലതായ കാര്യങ്ങൾക്ക് അധികം അഡ്വർടൈസ്മെൻ്റ് ഇല്ല. പക്ഷേ നല്ലതല്ലാത്തതായ കാര്യങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കൂടുതലാണ്. അതാണ് അതിൻ്റെ സത്യം. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി, സാത്താൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തടസ്സം ചെയ്യുന്നതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ മഹാസർപ്പത്തിൻ്റെ ഈ പ്രവൃത്തിക്ക് ദൈവം ഒരു കാലയളവ് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം പറയുന്നു. ആ കാലയളവിനെ കുറിച്ചൊന്ന് പറയാം. ഓക്കെ, അവിടെ പല കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാധന ദൈവത്തിന് അർഹതപ്പെട്ടതാണ്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. എന്നാൽ ഈ സാത്താൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന് അർഹതപ്പെട്ടതായ ആരാധനയെ മാറ്റിമറിക്കുക, ആരാധനയ്ക്ക് അവനെ യോഗ്യനാക്കത്തക്കൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. അവൻ ചെയ്യുന്നത് അതാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം അവന് പ്രവർത്തിക്കുവാനായൊരു സമയപരിധി നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു 42 മാസം അഥവാ 1260 ദിവസം. അതിനെ നമ്മൾ പ്രവചന കണക്കിലെടുക്കുമ്പോൾ 1260 വർഷം. അത് ചരിത്രത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് 1798 അവസാനിച്ചെന്നും 538 തുടങ്ങിയെന്നും നമുക്ക് അത് മനസ്സിലാവും. ആ കാലഘട്ടം എന്ത് സംഭവിച്ചു? അതിനെ നമ്മൾ ചരിത്രത്തിൽ പറയുന്നത് ഇരുണ്ട യുഗമെന്നാണ്, ഇരുണ്ട കാലഘട്ടം എന്നാണ് പറയുന്നത്. സത്യത്തെ നിലത്ത് ചവിട്ടി ഇട്ട് കളഞ്ഞതായ ഒരു കാലഘട്ടം. വിശ്വാസികൾക്ക് സത്യമായി പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം നമുക്കറിയാം. അന്നത്തെ ഭരണ സംവിധാനം മതപരമായും രാഷ്ട്രീയപരമായും ഭരണത്തിൻ്റെ നേതൃത്വം ഒരു കൈകളിലെത്തുകയും അവർ സത്യത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ പ്രവർത്തിച്ചതായ ആ കാലഘട്ടം നമുക്കറിയാം. എന്നാൽ അതിൻ്റെ എല്ലാ ഉദ്ദേശം എന്തായിരുന്നു? സത്യം അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം സാത്താനെ ആരാധിക്കണം. ഇതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. സാത്താൻ ആഗ്രഹിക്കുന്നത് അതാണ്. അതിനുവേണ്ടി അവൻ ഈ മത നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാം ഉപയോഗിച്ച് അവരെല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചതായ ഒരു കാലഘട്ടമാണ് ഈ 42 മാസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആരാധനയെ മാറ്റിമറിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ അത് കഴിഞ്ഞപ്പോഴും, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലും ജനം സത്യത്തിന് വേണ്ടി നിന്നതായി ചെറിയൊരു സമൂഹം നിന്നതായി നമുക്കറിയാൻ കഴിയുന്നു. അതിനുശേഷം നവീകരണ പ്രസ്ഥാനങ്ങളൊക്കെ വന്നതും സത്യത്തെ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംഭവമുണ്ട്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ സാത്താൻ എങ്ങനെയായാലും അവൻ്റെ പ്രവർത്തനത്തിന് ലിമിറ്റഡ് ആണെന്ന് അവനറിയാം.
നാം വേദപുസ്തകം പരിശോധിക്കുന്ന സമയത്ത് എല്ലാത്തിനും ദൈവം ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസപ്രദമാണ്. കാരണം അനന്തമായി നീളുകയോ അനന്തമായി സാത്താൻ മനുഷ്യരെ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതിന് അതിനൊരു ഉദാത്തമായ ഉദാഹരണമാണ്. പാസ്റ്റർ ബിനോയ്, വേദപുസ്തകത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം 1, 2 അധ്യായങ്ങളിൽ ഈ സാത്താൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ളതായ ചില തത്വങ്ങൾ അവിടെ പറയുന്നു. സാത്താൻ്റെ പ്രവർത്തനങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുകയല്ല, മറിച്ച് ദൈവം എങ്ങനെയാണ് അതിനതിരിട്ടിരിക്കുന്നത് എന്നാണ് അവിടെ കാണിക്കുന്നത്. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ ഭാഗത്ത് സ്വർഗത്തിൽ ഒരു കൗൺസിൽ യോഗം നടക്കുന്നു. അവിടെ സാത്താനും ഉണ്ട്. യോബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവം പറയുന്നു യോബ് നിഷ്കളങ്കനും നേരുള്ളവനും നീതിമാനുമാണ്. ദൈവം ചോദിക്കുകയാണ്, സാത്താനോട് ചോദിക്കുന്നു, നീ യോബിനെ ദൃഷ്ടി വെച്ചോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അവൻ്റെ വിശ്വസ്തത എത്രയുണ്ടെന്ന് അറിയാനുള്ള ഒരു ഭാവം കൂടിയാണ്. അപ്പോൾ സാത്താൻ്റെ അടുത്ത് പറയുന്നു, നീ അവൻ്റെ ജീവനെ മാത്രം എന്ത് ചെയ്യരുത്, തുടരുത് എന്ന് പറയുകയാണ്. അതുവരെ നിനക്ക് അവനെ പരീക്ഷിക്കാം. സാത്താൻ പറയുന്ന കാരണം, നീ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇയ്യോബ് നിന്നോട് വിശ്വസ്തനായിരിക്കുന്നത് എന്ന് പറയാൻ. നീ സംരക്ഷിക്കുന്നു, നിൻ്റെ സംരക്ഷണം എടുത്താൽ മനുഷ്യൻ ദൈവത്തോട് വിശ്വസ്തനല്ലാതിരിക്കുന്നത് കാണാം. അപ്പം ആ മനുഷ്യൻ എത്രമാത്രം വിശ്വസ്തതയുള്ള എന്ന് പരിശോധിക്കാനുള്ള ഒരു വഴി കൂടെയായി. ഒപ്പം സാത്താനെക്കുറിച്ച് പറയുന്നത്, അവൻ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയാണ്. ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച് കുറ്റം പറയുക, അതിനൊരു അവസരം കൊടുക്കുന്നു. ദൈവം അവന് പ്രവർത്തിക്കാനായിട്ട് പൂർണ്ണമായി വിട്ടുകൊടുക്കുകയല്ല, അപ്പോഴും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. പക്ഷേ സാത്താൻ പരീക്ഷിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നു. ഒപ്പം മനുഷ്യനെ സംബന്ധിച്ചോളം ദൈവത്തോടുള്ള വിശ്വസ്തത കാണിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പാസ്റ്റർ ഡോണി, ഈ ലോകത്തിൻ്റെ പ്രഭുവായിട്ടാണ് സാത്താൻ അറിയപ്പെടുന്നത്. ഈ സാത്താൻ്റെ ഭരണപരിധി അല്ലെങ്കിൽ അതിന് അനുവദിച്ചിട്ടുള്ളതായ സമയം, ആ ഭരണത്തെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത്? നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ 13 അധ്യായത്തിൽ മുമ്പേ കണ്ടതുപോലെ തന്നെ അവിടെ ഒരു സമയപരിധി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. ഒരു ഇടക്കാലത്തേക്ക് മാത്രം ഒരു കിട്ടിയതും, പക്ഷേ പിന്നീടും അവൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയപരിധി അവസാനിക്കുന്നത് ന്യായവിധി അവസാനിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവസാന ന്യായവിധിയിലാണ്. അതായത് കർത്താവിൻ്റെ 2ാമത്തെ വരവിലാണ് അവൻ്റെ പ്രവർത്തനത്തിൻ്റെ സമയം അവസാനിക്കുന്നത്. അതുവരെ അവന് പ്രവർത്തിക്കാനും ജനങ്ങളെ വശീകരിക്കാനും തെറ്റായി വഴി നടത്താനും ഒക്കെ ഉള്ളതായ സമയമുണ്ട്. എന്നാൽ എന്താ പറയുക, കർത്താവ് യേശുക്രിസ്തു വന്നത് സത്യത്തിന് സാക്ഷി നിൽപ്പാനാണ്. സത്യത്തിന് സാക്ഷി നിൽപ്പാനാണ് കർത്താവ് യേശുക്രിസ്തു വന്നത്. ക്രൂശിലൂടെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ സ്നേഹം ജനങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ടറിയാം, അവൻ ഇനി സമയം അധികമില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്യാണ്, ധൃതി പിടിച്ച് എത്രയും വേഗത്തിൽ അവൻ ഈ അധികാരം പിടിച്ചെടുക്കാൻ, സകലതും ഭൂലോകവും സ്വർലോകവും എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഓരോ ദിവസവും പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിൽ പോലും കണ്ടിട്ടില്ലാത്തതായ തന്ത്രങ്ങളാണ് സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, സാത്താൻ ലോകത്തിൻ്റെ പ്രഭുവാണ് എന്ന് വേദപുസ്തകം തന്നെ പറയുന്നു. കർത്താവ് യേശുക്രിസ്തുവും അത് സാക്ഷീകരിക്കുന്നു. സാത്താൻ ലോകത്തിൻ്റെ പ്രഭുവായത് എങ്ങനെയാണ്? പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രാജാവ് യേശുക്രിസ്തുവാണ്. എന്നാൽ ഭൂമിയിലേക്ക് മാത്രമേ സാത്താൻ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നത്. മറ്റ് ഗോളങ്ങളിലും ഒന്നും പിശാചിന് സാന്നിധ്യമില്ല. അതായത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ച് ആക്കുമ്പോൾ ആദമിനെ ഹവ്വയും ഏദൻ തോട്ടത്തിലാക്കി അവിടെ പരീക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ വന്നപ്പോൾ പിശാചിനെ അവർ സ്വീകരിച്ചതുകൊണ്ടാണ് പാപത്തിന് ഒരു അവസരം ഈ ഭൂമിയിൽ ഉണ്ടായത്. പിന്നീട് ഈ ഭൂമിയുടെ അവകാശം അല്ലെങ്കിൽ അധികാരം അവൻ ജയിച്ചു എന്ന് അവകാശപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് പിശാചിനെ. ആദ്യം മുതലുള്ള അപവാദി എന്ന് പിശാചിനെക്കുറിച്ച് പറയുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ മക്കളെ തെറ്റിക്കാൻ നടക്കുന്നവനെന്ന് പറയുന്നു. ലയർ, നുണയുടെ അപ്പനാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള രീതികളിലാണ് ഈ ലോകത്ത് മനുഷ്യനെ തെറ്റിക്കാനുള്ള അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള ഒരു സമയം നിശ്ചയിച്ചു കൊടുത്തത് കൊണ്ടാണ് അവന് ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നത്. അപ്പോഴും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും ദൈവത്തിലാണ്.
മനുഷ്യന് ദൈവം നൽകിയതായ അധികാരമാണ് സാത്താന് വിട്ടുകൊടുത്തത്. മനുഷ്യൻ പാപം ചെയ്യാതിരുന്നുവെങ്കിൽ ഇപ്പോഴും ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരായി മനുഷ്യർ വാഴുമായിരുന്നു. ആദമിൻ്റെ സ്ഥാനമാണ് ലൂസിഫറിന് ലഭിച്ചത്. കർത്താവായ യേശുക്രിസ്തു ഈ പ്രഭുത്വം അഥവാ നമ്മുടെ രാജകീയത്വം മടക്കിത്തരുന്നതിന് വേണ്ടിയാണ് ഈ രക്ഷയുടെ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി, നാം സാത്താൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാപഞ്ചിക സംഘർഷം പരിഹരിക്കാനുള്ളതായ പദ്ധതികളും നിയമങ്ങളും എന്തൊക്കെയാണ്? ആക്ച്വലി ഈ പ്രാപഞ്ചിക സംഘട്ടനം അല്ലെങ്കിൽ ഈ വലിയ വിവാദം ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിനൊരു കാരണം എന്ന് പറയുന്നത് ദൈവം തെരഞ്ഞെടുപ്പിൻ്റെ അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം മനുഷ്യർക്ക് നൽകി എന്നതുകൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പ് മനുഷ്യൻ ദുരുപയോഗം ചെയ്തു. ദൈവം പറഞ്ഞതുപോലെ അതിനെ ഉപയോഗിക്കുന്നതിന് പകരം തെറ്റായി ഉപയോഗിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ തർക്കവും സംഘട്ടനവും എല്ലാം. അപ്പോൾ അതിലൂടെ സാത്താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക, മനുഷ്യനെ ദൈവത്തിന് എതിരായി നിർത്തുവാൻ വഞ്ചനയുടെ തെറ്റിദ്ധരിപ്പിക്കലിലൂടെ ദൈവത്തിനെതിരായി നിർത്തുവാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ചോയ്സ് ഓഫ് ഫ്രീഡമാണ്, പവർ ഓഫ് ചോയ്സ് ആണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പാനുള്ള സ്വാതന്ത്ര്യമാണ്. അവിടെ എന്നാൽ ഒരു വേദഭാഗം നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1 യോഹന്നാൻ 3:8 പറയുന്നത്, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. അതാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ക്രൂശിൽ മരിച്ച് സാത്താൻ്റെ എല്ലാ പ്രവർത്തനത്തിനും അന്തിമം കുറിച്ചത്. സാത്താൻ അതറിയാവുന്നത് കൊണ്ടാണ് അവൻ എത്രയും വേഗത്തിൽ എന്ത് ചെയ്യുന്നത്? മനുഷ്യരെ വശീകരിക്കാനായിട്ടുള്ള നെട്ടോട്ടം ഓടുന്നത്. നിർഭാഗ്യവശാൽ ദൈവജനം അതറിയാതെ ആ സാത്താൻ പ്രവർത്തിക്കുന്ന അത്രയുമെങ്കിലും ഉത്സാഹം വേഗതയിൽ ദൈവജനം പ്രവർത്തിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം എല്ലായിടത്തും എത്തുകയും ഒരുപക്ഷെ വരവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വേഗത്തിലാകുകയും ചെയ്യും. പാസ്റ്റർ ബിനോയ്, നാം ആത്മീകരായി ദൈവമക്കളായി നിലകൊള്ളുന്നതിന് നമ്മുടെ ചില മതവ്യായാമങ്ങൾ ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. അതിന് പ്രാർത്ഥന, നമ്മുടേതായ വിശ്വാസ പ്രകടനങ്ങൾ ജാഥയോ അല്ലെങ്കിൽ കർഫ്യൂ അങ്ങനെയുള്ളതായ കാര്യങ്ങളല്ല, വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും ഒക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്താണ് നാം ദൈവവുമായുള്ളതായ ബന്ധത്തിൽ നിലനിൽക്കുന്നു എന്ന് കാണിക്കാനുള്ളതായ ഘടകം? ഇവിടെ ചില റൂൾസ് ഓഫ് എൻഗേജ്മെൻ്റ് എന്ന് പറയാം. സാത്താന് പ്രവർത്തിക്കാനും ദൈവം തിരിച്ച് പ്രവർത്തിക്കുന്നതിനും പറയുന്ന ഒരു പേരാണ് റൂൾസ് ഓഫ് എൻഗേജ്മെൻറ്റ്. നമ്മൾ യോബിൻ്റെ കാര്യത്തിൽ കണ്ടതാണ്. സാത്താൻ പരീക്ഷിക്കാൻ വരുന്നു, പക്ഷെ ദൈവം അവനൊരു പരിധി നിശ്ചയിക്കുന്നു. അപ്പോൾ ചില കാര്യങ്ങളിൽ പിശാചിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതൊരു ദൈവം സമയം അനുവദിച്ചു കൊടുക്കുന്നു, പക്ഷെ ദൈവം പൂർണ്ണമായി സാത്താൻ മനുഷ്യനെ നശിപ്പിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ റൂൾസ് ഓഫ് എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ സാത്താൻ്റെ ഈ ശക്തിയെ നമുക്ക് എതിർത്ത് നിൽക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന മാർഗങ്ങളാണ് ഇത്. മർക്കോസ് 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് അതിനെ കാണാം. റൂൾസ് ഓഫ് എൻഗേജ്മെൻറ്റിൽ 1, ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ചു സൗഖ്യം വരുത്തിയല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവർ ആശ്ചര്യപ്പെട്ടു. അതായത് ശിഷ്യന്മാർക്ക് ചിലരെ സൗഖ്യം വരുത്താൻ കഴിഞ്ഞില്ല. കാരണം അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വാസം കുറഞ്ഞപ്പോഴാണ് സാത്താൻ്റെ നേരിൽ അവർക്ക് വിജയം നേടാൻ കഴിയാതിരുന്നത്. ഇനി 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ 9:29 പറയുന്നത് എന്ന് ചോദിച്ചു, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാൽ വിട്ടുപോകയില്ല. അപ്പോൾ പിശാചിൻ്റെ ഈ ശക്തിയെ
റൂൾസ് ഓഫ് എൻഗേജ്മെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു തത്വം അനുസരിച്ച് വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ടാണ് നമുക്കതിൻ്റെ ശക്തിയെ കുറയ്ക്കാൻ കഴിയുക, എതിർത്ത് നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ മേൽ അവൻ്റെ സ്വാധീനത്തെ കുറയ്ക്കണമെങ്കിൽ വിശ്വാസവും പ്രാർത്ഥനയും വളരെ അത്യാവശ്യമാണ്. പാസ്റ്റർ, ഈ സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, സാത്താൻ ദൈവത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഈ സാത്താൻ്റെ വഞ്ചനാപരമായ ഇടപെടലുകളെ മറ്റുള്ളവരെ അറിയിക്കുകയും അവരെ അതിൽ നിന്ന് പിന്മാറ്റി നിർത്തുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആക്ച്വലി ഇവിടെ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ, ഈ സ്വഭാവങ്ങൾ തമ്മിലുള്ളതായ ഒരു ഡിസ്പ്യൂട്ടാണ്, സ്വഭാവങ്ങൾ തമ്മിലുള്ളതായ ഒരു ആർഗ്യുമെൻ്റ് അല്ലേ, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവവും സാത്താൻ്റെ സ്വഭാവവും, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് എതിരായി ദൈവം അങ്ങനെ ആ സ്വഭാവക്കാരനല്ലെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സ്വഭാവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനാണ് സാത്താൻ ശ്രമിക്കുന്നത് മുഴുവൻ. ഇവിടെ കർത്താവ് യേശുക്രിസ്തു എന്ത് ചെയ്യുകയാണ്? ഒരു ന്യായവിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ന്യായവിധിയെങ്കിൽ എന്ത് നടക്കും? ദൈവത്തിൻ്റെ ജനം എല്ലാവരും നീതീകരിക്കപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെടുകയും ദുഷ്ടന്മാർക്ക് വിധി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെ വശീകരിക്കപ്പെടുന്നതായ ജനങ്ങളോട് പറയാനുള്ളത്. കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടങ്ങളും ആ സാത്താൻ്റെ വശീകരണത്തെയും പരീക്ഷണത്തെയും ജയിച്ചതും നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ഇത് സാത്താൻ അവസാനമായി സാത്താൻ എന്ത് ചെയ്യും? സാത്താനെ ദൈവം ഉന്മൂലനം ചെയ്യുമെന്നുള്ളത് പറയുകയും ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരികയും ദൈവം നമ്മളെ മഹത്വീകരിക്കുന്നതായ ആ പ്രക്രിയ, നമ്മളെ നീതീകരിക്കുന്നതായ ആ പ്രക്രിയയെക്കുറിച്ച് പറയുമ്പോൾ ഇതൊന്നും സാരമില്ല എന്ന് എണ്ണുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങളെ പ്രബോധിപ്പിക്കണം. അങ്ങനെ പ്രബോധിപ്പിക്കപ്പെടുമ്പോൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ സ്വഭാവം അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ആ ക്രൂശിലൂടെ ദൈവം തൻ്റെ സ്നേഹമാണ് പ്രകടിപ്പിച്ചത്. ഒരു വലിയ ഡെമോൺസ്ട്രേഷനായിരുന്നു ആ ക്രൂശ് മരണം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സാത്താൻ്റെ എല്ലാ വഞ്ചനയെയും എതിരിട്ട് നിൽക്കുവാനും വഞ്ചനയിൽ വശീകരിക്കപ്പെട്ടു പോകാതെ നീതിമാന്മാർക്ക് നീതി ലഭിക്കുമെന്നുള്ളൊരു ഉറപ്പുമായിരിക്കണം നമുക്ക് മറ്റുള്ളവരോട് പറയാനുണ്ടാവേണ്ടത്. ദൈവത്തിൻ്റെ ജനം സാത്താനോട് എതിർത്ത് നിൽക്കുകയും ദൈവത്തോട് അടുത്ത് നിൽക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്ബിനോയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മേൽ പ്രയാസവും കഷ്ടതയും ആയിട്ട് പിശാച് ഞങ്ങളെ അങ്ങയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുമ്പോഴും കർത്താവെ, ഞങ്ങൾക്കുമേൽ വരാനാകുന്ന തേജസ്സിൻ്റെ മഹത്വത്തെ ഓർക്കുമ്പോൾ ഈ നൊടി നേരത്തെ സങ്കടങ്ങൾ സാരമില്ലെന്നെണ്ണുവാൻ അവിടുത്തെ ആത്മശക്തിയാൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അതിനായി ഞങ്ങളെ സ്വയം സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ ദൈവമക്കളെ, സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി നൽകേണ്ടതിന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും.